പറഞ്ഞു വരികയാണ്. അപ്പം ഹാലോഫോം റിയാക്ഷൻ നൽകുന്നത് ആരാ? ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് നൽകുന്നത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പുകളാണ് ഹാലോഫോം റിയാക്ഷൻ തരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് ഒരു നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? ഹാലോഫോം റിയാക്ഷൻ്റെത് നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്. എന്താണ് എ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് undergoes ഹാലോഫോം റിയാക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഹാലോഫോം റിയാക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം എന്താണ് ഈ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്? എന്താണ് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറ്റ്ലീസ്റ്റ് വൺ methyl group attached to carbonyl group. അതായത് ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് C ഡബിൾ ബോണ്ട് ഓയിൽ ഇപ്പുറത്തും ആര് വേണേ വരാം. അതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ CH3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പുറത്ത് ആരാണെങ്കിലും നമുക്ക് എന്നത് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് C ഡബിൾ ബോണ്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇപ്പുറത്ത് രണ്ടും മീഥൈൽ ഗ്രൂപ്പ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒരു സൈഡിലെങ്കിലും മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ മാത്രമേ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുള്ളൂ. ഈ ഗ്രൂപ്പ് മാത്രമേ ഹാലോഫോം റിയാക്ഷൻ നൽകുകയുള്ളൂ. അപ്പൊ ഹാലോഫോം റിയാക്ഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു CH3 CH2 C ഡബിൾ ബോണ്ടോ CH3 കണ്ടോ, ഇതിപ്പം പ്രൊപ്പനോൺ എന്ന് പറയുന്ന ബ്യൂട്ടൻ 2 ഓൺ എന്ന് പറയുന്ന ഒരു കീറ്റോൺ ഗ്രൂപ്പാണ്. ഇത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. കാരണം C ഡബിൾ ബോണ്ടോയിൽ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ഈഥൈല, പക്ഷെ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് മീഥൈലുമാണ്. നോക്കിക്കോളൂ, ഇപ്പുറത്ത് വന്നിരിക്കുന്നത് മീഥൈലാണ്. കണ്ടോ, ഇത് മീഥൈലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് മാത്രമേ ഹാലോഫോം റിയാക്ഷനകത്ത് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഹാലോഫോം റിയാക്ഷനകത്ത് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് സോഡിയം ഹൈപ്പോഹാലൈറ്റുമായിട്ടാണ്. അതായത് ഇവിടുത്തെ റിയേജന്റ് സോഡിയം ഹൈപ്പോഹാലൈറ്റ് NaOX. എക്സ് ആര് വേണേ വരാം. എക്സ് എന്താണ്? ബ്രോമിൻ വരാം, ക്ലോറിൻ വരാം, അയഡിനും വരാം. ഓക്കെ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് പൊട്ടുകയും ഈ ON നേരെ ഇവിടെ വരികയും ഈ CH3 നേരെ ഈ എക്സുമായിട്ട് പോയി ചേർന്നിട്ട് CHX3 ആ ഫോം ചെയ്യുന്നത്. ഒരിക്കലും CH3X എന്ന് എഴുതി വെക്കല് തെറ്റാണ്. അപ്പം CH3 CH2 C ഡബിൾ ബോണ്ടോടെ കൂടെ ONA വരുന്നു. ഓക്കെ ആണല്ലോ. ഇവന്റെ പേര് സോഡിയം ബ്യൂട്ടനോയേറ്റ് എന്നാണ് ഇവന്റെ പേര്. സോഡിയം അത് ഇന്നലെ എഴുതിയില്ലായിരുന്നു. സോഡിയം ബ്യൂട്ടനോയേറ്റ് എന്നാണ് ഇവന്റെ പേര്. പ്ലസ് എന്താ? ഒരിക്കലും CH3യും എക്സും നമ്മളിപ്പോൾ അയഡിൻ എടുക്കുന്നു വിചാരിച്ചോ. അപ്പൊ ഞാനിപ്പം CH എന്താണ്, ഞാനിവിടെ NaXന് പകരം ഞാൻ അയഡിൻ എടുത്തെങ്കിൽ CH എന്തെന്ന് എഴുതാം? I3 എന്ന് എഴുതാം. ഇതാണ് ഹാലോഫോം. എന്ന് പറയുന്നത് ഇതാണ്. ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് അയഡോഫോം ആണ്. അയഡോഫോം എന്നാണ് പറയുന്നത്. അയഡോഫോം. ഇത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഈ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ ഹാലോഫോം റിയാക്ഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ ഹാലോഫോം ഉണ്ടാവും. അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ള ആൽഡിഹൈഡോ കീറ്റോണോ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനിയും അപ്പൊ ഇതിന്റെ ഗുണം എന്താ? ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഥനോളിനെയും എഥനാലിനെയും നമുക്ക് വേണമെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. നോക്കിയോ, എഥനോൾ എന്ന് പറയുമ്പോൾ CH3 CH2OH ആണ്. ഒരു പാത്രത്തിനകത്ത് അത് എടുത്തു വെച്ചിരിക്കുകയാണ്. അടുത്ത പാത്രത്തിനകത്ത് CH3 C ഡബിൾ ബോണ്ടോ H. ഇത് എഥനാലാണ്. ഇവരെ രണ്ടുപേരും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഹാലോഫോം റിയാക്ഷൻ ചെയ്താൽ മതി. ഇയാൾ മാത്രമേ ഹാലോഫോം ടെസ്റ്റ് തരത്തുള്ളൂ, ഇയാൾ ഹാലോഫോം ടെസ്റ്റ് തരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും അല്ലേ? ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് അല്ലാതെ അപ്പുറത്ത് ആര് വന്നാലും, ഈവൻ ഡബിൾ ബോണ്ട് വന്നാലും അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഈ there is double bond in methyl keto group that bond is not affected
affected in haloform reaction. In haloform reaction. അത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഇന്നലെ തന്നായിരുന്നു. CH3 CH2 CH ഡബിൾ ബോണ്ട് CH വീണ്ടും ഒരു C അതേലൊരു ഡബിൾ ബോണ്ടോ വരുന്നു, അതേലൊരു ഡബിൾ ബോണ്ടോ വരുന്നു, ഒരു CH3 വരുന്നു. കണ്ടോ? അപ്പം മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതിനെ ഞാൻ സോഡിയം NaOI സോഡിയം ഹൈപ്പോ അയോഡൈഡ് എന്ന് പറയുന്ന അതുമായിട്ട് അയഡൈറ്റ്, സോഡിയം ഹൈപ്പോ അയഡൈറ്റ് ആണ്, ഹാലൈറ്റ് എന്നാണ് പറയുന്നത്. അവനെ വേണേൽ എഴുതിക്കോണം കേട്ടോ, സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് NaOX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് എന്ന് വേണമെങ്കിൽ എഴുതിയിട്ടേക്കണം. ഓക്കെ, അത് ഐഡിൻ വരുവാണെങ്കിൽ അയഡൈറ്റ്, മറ്റേ ക്ലോറിൻ വരുവാണെങ്കിൽ ക്ലോറൈറ്റ്, ബ്രോമൈറ്റ്, അങ്ങനെ. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു വ്യത്യാസം സംഭവിക്കാനില്ല. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നേരെ ഇവിടെയും വരും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട് CH3 CH2 CH ഡബിൾ ബോണ്ട് CH ഇവിടെ വരുമ്പോൾ മാത്രം C ഡബിൾ ബോണ്ടോടെ ഇപ്പുറത്ത് ONA വരുന്നു. അതേപോലെ തന്നെ പ്ലസ് എന്താ? ഇവന്റെ പേര് CHI3 എന്നാണ് വരുന്നത്. അതായത് അയഡോഫോം ആണ്. അയഡോഫോം യെല്ലോ PPT ആണ്. ഇനിയും ഇതിനകത്ത് വേറൊരു ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനും കൂടി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഒരു നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എഥനോളിനെയും എഥനാലിനെയും നമുക്ക് ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു കാര്യം നോക്കാമോ? നിങ്ങൾ എഥനോളിനെ ഓക്സിഡൈസ് ചെയ്യുവാണെങ്കിൽ എഥനാൽ ഉണ്ടാവത്തില്ലേ? അപ്പൊ വേണമെങ്കിൽ ഈ എഥനാലിനെയും നിങ്ങൾക്ക് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ആക്കി എഥനോളിനെയും മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് ഇനി ഇവിടെ മുതൽ പുതിയ ടോപ്പിക്കാണ്. നിങ്ങൾ ഇന്നലെ ഇവിടെ വരെയായിരുന്നു എഴുതിയത്, ഇവിടെ മുതൽ പുതിയ ടോപ്പിക്കാണ്. ഇത് ഇങ്ങനെ എഴുതണം: ഹാലോഫോം ഒരു ഡോട്ട് ഇട്ട് ഹാലോഫോം ടെസ്റ്റ് ഈസ് ഷോൺ ബൈ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്, മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് and also compound which can be oxidized to methyl keto group. അതായത് ഉദാഹരണം പറയാം, CH3OH നെ ഞാൻ സോഡിയം ഹൈപ്പോ അയഡൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോ റിയാക്ഷൻ ആണ്. എന്നാൽ CH3CH2OH നെ വേണമെങ്കിൽ നമുക്ക് സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അയഡോഫോം റിയാക്ഷൻ നടക്കും. ഞാൻ നേരത്തെ നടക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഡയറക്റ്റ് ആഡ് ചെയ്താൽ നടക്കത്തില്ല. ഞാൻ ആദ്യം ഇവനെ എന്ത് ചെയ്യാന്നറിയാമോ? ഇവനെ വല്ല PCC വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഇവനെ ഞാൻ PCC വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുക. നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുവാണെങ്കിൽ അവൻ എന്തുണ്ടാവും? അവൻ ആൽഡിഹൈഡ് CH3 C ഡബിൾ ബോണ്ടോ H ഉണ്ടാവും. ശരിയല്ലേ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അപ്പം ഈ കാർബണിൽ ഒരു ഹൈഡ്രജനും ഈ ഹൈഡ്രജനും പോകും, H2 റിമൂവ് ആവും, ബാക്കി C ഡബിൾ ബോണ്ടോ ആയിട്ട് മാറും. മനസ്സിലായോ? ഇങ്ങനെയല്ലേ അത് വരുന്നത്. ഓക്കെ, അപ്പം ഇതുണ്ടാവും. ഇനി നോക്കി, ഇതിപ്പം മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ആയില്ലേ? മീഥൈൽ കീറ്റോ ഗ്രൂപ്പിനെ വീണ്ടും എന്ത് ചെയ്താൽ മതി? ഇനിയും NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? CH3 C ഡബിൾ ബോണ്ട് ONA വന്നാല് കട്ട് ചെയ്ത് ഓക്കെ ONA വരും. ONA ഇത്രേ ഉള്ളൂ. ONA പ്ലസ് എന്താണ്? പ്ലസ് എന്താ? CHI3 എന്ന് വരും. CHI3 കണ്ടോ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഈ എഥനോളിനെ അയഡോഫോം ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ലെങ്കിലും എഥനോളിനെ എഥനാൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? ടെസ്റ്റ് അണ്ടർഗോ ചെയ്യും. അതാണ് മോളിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അതാണ് ഹാലോഫോം ടെസ്റ്റ് ഈസ് ഷോൺ ബൈ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ കോമ്പൗണ്ട് വിച്ച് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ടു മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്. അതായത് ഓക്സിഡൈസ് ചെയ്ത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതും ഡയറക്ട്ലി മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ളതുമായിട്ടുള്ള കോമ്പൗണ്ടുകളെ
നമുക്ക് ഹാലോഫോം ടെസ്റ്റ് നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് പ്രത്യേകം ഓർക്കണം. പരീക്ഷയ്ക്ക് ഇത് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഓർക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ മെഥനോളിനെ എഥനോളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പാത്രത്തിനകത്തോട്ട് CH3OH എടുത്ത് വെച്ചിരിക്കുക, മറ്റേ പാത്രത്തിനകത്ത് CH3CH2OH എടുത്ത് വെച്ചിരിക്കുക. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും മെഥനോൾ ആണ് എഥനോൾ ആണ്? മെഥനോളിനെ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, കുടിച്ചാൽ അപ്പം തട്ടിപ്പോവും. എഥനോളിനെ നമുക്ക് കുടിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ബോധം പോത്തേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് കുടിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സോഡിയം ഹൈപ്പോഹാലൈറ്റിനെ എടുത്ത് രണ്ടിനകത്ത് ആഡ് ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഒരെണ്ണത്തിനകത്ത് ആഡ് ചെയ്യുമ്പോൾ രണ്ടിനകത്ത് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കത്തില്ല. പക്ഷേ ഈ CH3OHനകത്തോട്ട് PCCനെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ അതെന്തായാലും ആൽഡിഹൈഡ് ഫോം ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനിയും ഈ രണ്ടാമത് ഇരിക്കുന്ന അതിനകത്ത് നമ്മൾ PCC ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ഫോം ചെയ്യുകയും പിന്നീട് അതിനകത്ത് സോഡിയം ഹൈപ്പോഹാലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡോഫോം ടെസ്റ്റ് അതിന് വിധേയമാവുകയും നമുക്ക് ആ റിയാക്ഷൻ നടക്കുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് മെഥനോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്, വേറൊരു പാത്രത്തിനകത്ത് എഥനോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. രണ്ടിനകത്തും സോഡിയം ഹൈപ്പോഹാലൈറ്റ് ഒഴിച്ചു, റിയാക്ഷൻ രണ്ടും നടക്കത്തില്ല. മനസ്സിലായില്ല. കാരണം അത് ഏതാണ് എഥനോൾ ഏതാണ് മെഥനോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? രണ്ടിനകത്തും ഇനിഷ്യലി മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ടാണ് സോഡിയം ഹൈപ്പോഹാലൈറ്റ് ഒഴിച്ചപ്പോൾ റിയാക്ട് ചെയ്യാത്തത്. നേരെ മറിച്ച് ഈ രണ്ടിനകത്തും ഞാൻ PCC ആഡ് ചെയ്യാൻ പോവാം ഇനി. അപ്പൊ PCC ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം CH3OHനകത്ത് PCC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരാല്ല. മാറ്റങ്ങൾ ഉണ്ടാവും, ആൽഡിഹൈഡ് ഉണ്ടാവും, പക്ഷെ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാവുന്ന ആൽഡിഹൈഡ് ഉണ്ടാവില്ല. ഓക്കെ, HCHO ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ മറ്റേതിനകത്ത് നമ്മൾ PCC ആഡ് ചെയ്യുന്ന സമയത്ത് എഥനാൽ ഉണ്ടാവുകയും അതിനകത്ത് വീണ്ടും ഞാൻ സോഡിയം ഹൈപ്പോഹാലൈറ്റ് ഒഴിക്കുമ്പോൾ അവിടെ യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എഥനോളാണ്. മറ്റേതിനകത്ത് നമ്മൾ PCC ആഡ് ചെയ്യും, രണ്ടിനകത്തും PCC ആഡ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആയിട്ട് മാറുമെങ്കിലും ഒരെണ്ണം ഡയറക്റ്റ് മെഥനാൽ ആണ് ആവുന്നത്. മെഥനാൽ ആവുന്ന സമയത്ത് അതിനകത്ത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഇല്ല, HCHO ആണുള്ളത്. എന്നാൽ ഇത് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിയാക്ഷന് വിധേയമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഹെൻസ് ഹാലോഫോം ടെസ്റ്റ് can be used to distinguish between methyl alcohol and ethyl alcohol. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കെമിക്കൽ റിയാക്ഷന്റെ ഹാലോഫോം റിയാക്ഷനും കഴിഞ്ഞു. ഹാലോഫോം റിയാക്ഷൻ എത്രാമത്തെ റിയാക്ഷൻ ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? 4ാമത്തെ ആയിരുന്നു എന്ന് തോന്നുന്നല്ലയോ? ഓക്കെ, അപ്പൊ 5ാമത്തെ എഴുതിക്കോ. 5ാമത്തേത് ആൽഡോൾ കണ്ടൻസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഒരു വലിയ ടോപ്പിക്കാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം, എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ആൽഡോൾ കണ്ടൻസേഷൻ എഴുതുക. 5ാമത്തെ റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ. ബ്രാക്കറ്റിൽ വേണം എഴുതിക്കോ. റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ. ഇത് ഞാൻ അതിന്റെ സ്ട്രക്ചേർഡ് ഫോമിലാണ് എഴുതുന്നത്. പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു സ്ട്രക്ചേർഡ് ഫോമിലല്ല ചോദിക്കുന്നത്, കണ്ടൻസ്ഡ് ഫോമിലായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ സ്ട്രക്ചേർഡ് ഫോമിൽ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആദ്യം ഈ റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് C⋯O എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അതിലൊരു കാർബൺ ഉണ്ട്, അതിൽ വീണ്ടും ഒരു കാർബൺ ഉണ്ട്, അതിൽ ഓരോ ഹൈഡ്രജനെ ഞാൻ അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. ഓരോ ഹൈഡ്രജൻ, ബാക്കിയൊന്നും വരയ്ക്കുന്നില്ല, അപ്പുറത്ത് എല്ലാ ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ,
ഇപ്പുറത്തെ ആൾക്കാരുണ്ട്, ഇപ്പുറത്തെ ആളിനെ ഒന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഈ സി ഡബിൾ ബോണ്ട് ഓയിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണെ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയും. ഇത് ആൽഫ കാർബൺ ആണ്, ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ കാർബൺ ആണ്, കാർബൺ ആണ്, ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്, ആൽഫ ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഈ ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണെ നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയും, ബീറ്റ കാർബൺ എന്ന് പറയും. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഹൈഡ്രജനെ നമ്മൾ ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയും, ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും മാത്രമേ ഈ റിയാക്ഷന് വിധേയമാകത്തുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ആൽഡിഹൈഡ്സ് 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 ആൻഡ് കീറ്റോൺസ് കീറ്റോൺസ് having alpha hydrogen atom undergo aldol condensation in presence of dilute alkali. ഓക്കെ ആണല്ലോ. അപ്പം ഈ ആൾഡോൾ കണ്ടൻസേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്. സെൽഫ് എന്ന് പറയുമ്പോൾ ആ മോളിക്യൂളുമായിട്ട് തന്നെ കണ്ടൻസേഷന് വിധേയമാകുന്നു. ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂളുമായിട്ട് കണ്ടൻസേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പം രണ്ട് ആൽഡിഹൈഡിന്റെ സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ നോക്കണം, രണ്ട് കീറ്റോണിന്റെ സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ നോക്കണം. ഇനിയും ക്രോസ് നോക്കുന്ന സമയത്ത് ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണുമായിട്ടുള്ളത് നോക്കണം, ഒരു ആൽഡിഹൈഡും വേറൊരു ആൽഡിഹൈഡും തമ്മിലുള്ളത് വേണം ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ചും ചെയ്യാം, കീറ്റോൺ ആദ്യം ആൽഡിഹൈഡ് രണ്ടാമതും, അങ്ങനെയും റിയാക്ഷൻ നടക്കാം. ആദ്യം ആരാണോ റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി ഡബിൾ ബോണ്ട് ഓയിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ എല്ലാം ആൽഫ ഹൈഡ്രജൻ. ആ ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എല്ലാം ബീറ്റ കാർബൺ, ആ ബീറ്റ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ എല്ലാം ബീറ്റ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ഈ ആൾഡോൾ കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആൾഡോൾ കണ്ടൻസേഷന് വിധേയമാവത്തുള്ളൂ. ഓക്കെ, പിന്നെ ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിലാണ്. എന്നാൽ ആ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം വൃത്തിക്ക് അങ്ങോട്ട് മനസ്സിലാക്കിക്കും. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ എല്ലാവരും ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എഥനാൽ എടുക്കുകയാണ്. എഥനാൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, CH3C ഡബിൾ ബോണ്ട് OH എടുക്കുകയാണ്. അത് സെൽഫ് ആയതുകൊണ്ട് അത് ആ മോളിക്യൂളുമായിട്ട് തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, രണ്ടാമത് ഈ സെയിം മോളിക്യൂൾ തന്നെ എഴുതുക, പക്ഷെ എഴുതുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. CH2 ഒരു H, നമ്മൾ CH3 എഴുതുന്നതിന് പകരം CH2 H എന്ന് തന്നെ ഇങ്ങനെ ബോണ്ട് വെച്ച് എഴുതിയിരിക്കുകയാണ്. ബാക്കി C ഡബിൾ ബോണ്ടോ H ഇങ്ങനെ എഴുതാം. നോക്കിയേ, നിങ്ങൾ മനസ്സിലാക്കാം, C ഡബിൾ ബോണ്ട് ഓയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആണ് ആൽഫ കാർബൺ ഇല്ലേ, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അല്ല ആൽഫ ഹൈഡ്രജന. അപ്പൊ ഇത് ആൽഫ ഹൈഡ്രജനാന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ആൽഡോൾ കണ്ടൻസേഷന് വിധേയമാകും, കാരണം ഇത് ആൽഫ കാർബണുമാണ്, ഇത് ആൽഫ ഹൈഡ്രജനുമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കണം. ഇവിടെ നമ്മൾ ഡൈല്യൂട്ട് NaOH റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഡൈല്യൂട്ട് NaOH അതായത് നമ്മൾ ആൽക്കലി മീഡിയത്തിലാണ് ചെയ്യുന്നത്, NaOH ഡൈല്യൂട്ട് NaOH. അപ്പം ഈ ഡൈല്യൂട്ട് NaOH കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കണം ഇത് സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. കോൺസെൻട്രേറ്റഡ് NaOH ഉപയോഗിക്കുന്നത് വേറൊരു കേസിലാണ്. അപ്പൊ ഡൈല്യൂട്ട് NaOH ഉപയോഗിക്കുന്നത് വേറെ ഒരു റിയാക്ഷൻ നമുക്ക് പഠിക്കാനില്ല, സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ മാത്രമേ ഉള്ളൂ ഡൈല്യൂട്ട് NaOH വെച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ റിയേജന്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഇന്നതാണ് ഈ റിയാക്ഷൻ എന്നൊക്കെ ഉള്ളത്. പരീക്ഷയ്ക്ക് തരുമ്പോൾ എങ്ങനെയാ തരുന്നതെന്ന് അറിയോ? പരീക്ഷയ്ക്ക് തന്നെ ഇങ്ങനെ തരത്തുള്ളൂ, 2CH3CHO എന്ന് തരും, എന്നിട്ട് ഡൈല്യൂട്ട് NaOH എന്ന് തരും. മനസ്സിലായോ? ബാക്കിയുള്ളത് നിങ്ങൾ എഴുതണം. പക്ഷെ ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കോമ്പൗണ്ട്സ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? നിങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം ആലോചിക്കുക. വേണ്ട, ഈ H നേരെ ഈ ഓക്സിജനിലോട്ട് പോകും. ഓക്കെ ആണല്ലോ, ആദ്യം അത് സംഭവിക്കും. എന്നിട്ട് വേണ്ട ഈ കാർബണോട് ഈ H ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാർബൺ ഒരു ബോണ്ട് എക്സ്ട്രാ ഉണ്ടല്ലോ, ആ ബോണ്ട് നേരെ വന്നിട്ട് വേണ്ട ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ ആണല്ലോ.
അപ്പം നോക്കിക്കോളൂ. അപ്പം ഇവിടെ എങ്ങനെ നടക്കുന്നതെന്ന് നോക്കിക്കോളൂ. റിയാക്ഷൻ നോക്കിക്കോ. ഞാൻ ആ പ്രൊഡക്റ്റ് എഴുതാം. CH3 അതേപോലെ തന്നെ എഴുതുന്നു. ഇത് ഒരു H ഇവിടെ വരുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാർജ് ആയിട്ട് മാറുമ്പം ഈ ഓക്സിജൻ മൈനസ് ആവുമേ. ആ മൈനസ് ആവുന്നതുകൊണ്ടാണ് ഈ പ്രോട്ടോണെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് ഓർത്ത് വെച്ചോണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ C സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. സിംഗിൾ ബോണ്ട് O, അതിൻ്റെ കൂടെ ഒരു H വന്നു. ഓക്കെ ആണല്ലോ. പിന്നെ ഓൾറെഡി നമുക്കറിയാം ഈ കാർബണിൽ ഈ സൈഡിലായിട്ട് ഒരു H ഉണ്ടായിരുന്നു. ആ Hനെ ഞാൻ തൽക്കാലം മണ്ടക്കത്തേക്ക് വരയ്ക്കുകയാണ്, മുകളിലേക്ക് വരയ്ക്കുകയാണ്. അല്ലെ നിങ്ങൾ വരയ്ക്കുമ്പോഴേ തന്നെ ഇങ്ങനെ വരച്ചാൽ മതിയായിരുന്നു. എങ്ങനെയാ? ഈ ഹൈഡ്രജൻ തന്നെ ഇങ്ങോട്ടേക്ക് കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ അങ്ങ് വരച്ചോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അടുത്തതിനകത്ത് നമുക്ക് അത് ശരിയാക്കാമേ. ഇപ്പൊ ഇങ്ങനെ തന്നെ അങ്ങ് വരച്ചോ, കുഴപ്പമില്ല. ഈ ഹൈഡ്രജനെ ഞാൻ മുകളിലേക്ക് കൊടുക്കുകയാണ്, H. ഈ കാർബൺ അതേപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നോക്കിയോ, ഇവിടെ CH2 ആണല്ലോ വരേണ്ടത്. പക്ഷെ ഞാൻ CH2 എന്ന് എഴുതുന്നില്ല, പകരം CH എന്ന് എഴുതുകയാണ്. ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ C ഡബിൾ ബോണ്ടോ H. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ. ഇത്ര എഴുതിയതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പിൽ ഹീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഹീറ്റ് ആകുമ്പോൾ നമുക്കറിയാലോ, ഒരു സാധനം ചൂടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അറിയാം, നമ്മൾ മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഇട്ടിട്ട് അത് ചൂടാക്കും. അത് തിളച്ച് അതിന്റെ വെള്ളം എന്ത് ചെയ്യും? ആവിയായി പോകും. ഹീറ്റ് ചെയ്യുമ്പോൾ വെള്ളം നഷ്ടപ്പെടും എന്ന് ഓർത്താൽ മതി. അപ്പം നെഗറ്റീവ് എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ നടക്കുന്നത്. വാട്ടർ ഏതാണെന്നറിയോ? ഇങ്ങനെയാണ് വാട്ടർ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അങ്ങനെ ഞാൻ എഴുതിയത്. അപ്പൊ നോക്കിയോ, CH3, ഇവിടെ C ഇതേലും ഒരു H ഉണ്ട്, പിന്നെ ഇവിടെ ഒരു CH ഉണ്ട്, പിന്നെ ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ H ഉണ്ട്. അപ്പൊ ഇവിടത്തെ H-ഉം ഇവിടത്തെ OH ആണ് പോയത്. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ഈ കാർബണ് ചുറ്റിനും 4 ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഇവിടെ ഇപ്പൊ ഡബിൾ ബോണ്ട് ഇട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവന്റെ ഓരോരുത്തരുടെയും പേരും കൂടെ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ഇവൻ എഥനാലാണ്. ഇവനും എഥനാല് തന്നെയാണ്. എന്നാൽ ഇവന്റെ പേര് ബീറ്റ ഹൈഡ്രോ, ഇവന്റെ പേര് ആൾഡോൾ എന്ന് പറയും. അതിനെ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. ആൽഡിഹൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ അവനെ നമ്മൾ ആൽഡോൾ എന്ന് പറയും. ആൽഡോൾ. ഇനി അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാകുന്ന ഈ പ്രൊഡക്റ്റ് നോക്കിയോ, ഇത് ഒരു ആൽഡിഹൈഡ് തന്നെയാണ്, പക്ഷെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ ശരിക്കും ഇത് നോക്കി ഇങ്ങനെയല്ലേ എഴുതുന്നത്? CH3 CH ഡബിൾ ബോണ്ട് CHO, ഇങ്ങനെയല്ലേ? ഇപ്പൊ ഫസ്റ്റ് കാർബൺ ഇത്, സെക്കൻഡ് കാർബൺ ഇത്, തേർഡ് കാർബൺ ഇത്, ഫോർത്ത് കാർബൺ ഇത്. ഡബിൾ ബോണ്ടിനെക്കാളും പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് എണ്ണാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എണ്ണാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് കാർബൺ, അപ്പൊ ഇവിടെ 4 കാർബൺ എന്ന് പറയുമ്പോൾ ബ്യൂട്ട്. രണ്ടാമത്തേല് എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴും ആയിട്ട് അവസാനം എഴുതുന്നത്. അപ്പൊ രണ്ടാമത്തേല് ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബ്യൂട്ട് 2 ഇട്ടിട്ട് E എന്ന് എഴുതാൻ പറ്റത്തില്ല. അടുത്തത് എന്താണ്? ആലെന്ന് എഴുതുന്നത് കൊണ്ട് ഫസ്റ്റ് കാർബണിലായതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ആലെന്ന് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി ബ്യൂട്ട് 2 ഈൻ ആലെന്ന് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഒന്ന് രണ്ട് ഇത് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇനിയിപ്പോ രണ്ട് കീറ്റോണിനെ സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് പ്രൊപ്പനോൺ തന്നെ എടുക്കാം. നോക്കിക്കോണേ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. CH3 C ഡബിൾ ബോണ്ട് O CH3. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണ്ട, ഞാനത് നേരത്തെ പോലെ തന്നെ C ഡബിൾ ബോണ്ട് O താഴോട്ട് എഴുതാമേ. താഴോട്ട് എഴുതിയിട്ട് ഈ CH3 മുകളിലോട്ട് കയറ്റാം. ഇങ്ങനെ കയറ്റാം. ഓക്കെ, ഇത് കീറ്റോൺ അല്ലേ? ഇങ്ങനെ എഴുതുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ. CH3 C ഡബിൾ ബോണ്ടോ CH3 എന്ന് എഴുതുന്ന പോലെ തന്നെ ഉള്ളൂ. പ്രൊപ്പനോൺ ആണ്, പ്രൊപ്പൻ 2 ആണിത്, അല്ലേ? ഇതിന്റെ രണ്ട് മോളിക്കൂൾ എന്ന് പറയുമ്പോൾ അടുത്ത മോളിക്കൂളിനെ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? CH3 എന്ന് എഴുതല് CH2H എന്ന് എഴുതുക. എന്നിട്ട് വീണ്ടും C ഡബിൾ ബോണ്ടോ അതേപോലെ തന്നെ കൊടുക്കുക, മുകളിലോട്ട് ഒരു CH3 കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് ഡയല്യൂട്ട് NaOH എപ്പോൾ ചേർക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ഈ ബോണ്ട് പൊട്ടി ഇതിന്റെ മണ്ടയ്ക്ക് ചാർജ് ആയിട്ട് വരികയും
ഈ പ്രോട്ടോണെ ഇങ്ങോട്ടേക്ക് വലിക്കുകയും ചെയ്തു. ആ സമയം തന്നെ ഈ ഈ ബോണ്ട് ഇവരെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ മോളിക്യൂളിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വലിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നോക്കിക്കോളൂ. CH3 C സിംഗിൾ ബോണ്ട് OH വരുന്നു. മുകളിൽ CH3 അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തതിനകത്ത് ഞാൻ പറഞ്ഞു പിന്നെ CH2 ഉള്ളൂ അവിടെ. CH2 പോലെ അങ്ങനെ എഴുതല്, CHH എന്ന് എഴുതുക. എന്നിട്ട് C ഡബിൾ ബോണ്ട് O, മുകളിലോട്ട് ഒരു CH3 അതേപോലെ എഴുതി. ആ CH3 മുകളിൽ എഴുതാം, സൈഡിൽ എഴുതാം. എൻഡിൽ ആരും ഇല്ലല്ലോ, എൻഡ് തന്നെയാണിത്. അടുത്ത ഇതിൽ എലിമിനേഷൻ ഓഫ് വാട്ടർ, ഇത് എലിമിനേറ്റ് ആയി പോകും. എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് H2O, വാട്ടർ എലിമിനേറ്റ് ആയി പോകുന്നു. CH3 CH3, ഇവിടെ CH, വീണ്ടും ഇവിടെ C ഡബിൾ ബോണ്ടോ. ഞാൻ ഈ CH3നെ ഇങ്ങോട്ടേക്ക് അങ്ങ് എഴുതുക, കുഴപ്പമില്ല, അറ്റത്താണല്ലോ കിടക്കുന്നത്, മുകളിലാണെങ്കിലും സൈഡിലാണെങ്കിലും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആണല്ലോ. ഇനി ഇവന്റെ പേരൊന്ന് നോക്കിയേ. ഇവന്റെ പേര് രണ്ടുപേരും പ്രൊപ്പൻ 2 ഓൺ ആണല്ലോ. ഇവൻ കീറ്റോൾ എന്ന് പറയുന്നത്, കീറ്റോളിന്റെ കണ്ടൻസേഷൻ പ്രൊഡക്റ്റിനെ നമ്മൾ കീറ്റോൾ എന്ന് പറയും. ആൽഡിഹൈഡിന്റെ കണ്ടൻസേഷൻ പ്രൊഡക്റ്റിനെ ആൽഡോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, ഇവന്റെ പേര് നോക്കിയോ. ഇവന്റെ പേരെന്ന് പറയുമ്പോൾ ഇതൊരു കീറ്റോൺ അല്ലേ? ആണ്. അപ്പം ഇവിടെ കീറ്റോണും ഡബിൾ ബോണ്ടും ബ്രാഞ്ചും ഉണ്ട്. അപ്പൊ പ്രിഫറൻസ് എപ്പോഴും കീറ്റോൺ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4 5 ബ്രാഞ്ചുകളെയാണ് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. നാലാമത്തേൽ ബ്രാഞ്ച് 4 മീതൈൽ. ഓക്കെ, ഇനി മൊത്തം 5 പെന്റ്. മൂന്നാമത്തേൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പെന്റ് 3 ഈനെ എഴുതാൻ പറ്റത്തില്ല, കാരണം അടുത്തത് 2 ഓൺ ഉണ്ട്. എന്നെ എഴുതണം, കാരണം അടുത്തത് വവ്വൽസിലാണ് തുടങ്ങുന്നത്. O വവ്വലാണ്, അതേപോലെ എയും വവ്വലാണ്. അതുകൊണ്ട് നമുക്ക് 2 വവ്വൽ ഒരുമിച്ച് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് ഈനിന്റെ ഈ കട്ട് ചെയ്തിട്ട് ഹൈഫൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഇട്ടിട്ട് ഓണം എഴുതും. കണ്ടോ, 4 മീതൈൽ പെന്റ് 3N2 ഓൺ. ഇതായിരിക്കും അതിന്റെ കൺസെപ്റ്റ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, മസ്റ്റായിട്ടും ചോദിക്കണം, ചോദിക്കാതെ പോകരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ക്ലിയർ ആക്കിയിട്ടേ പോകാവൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഇത് സമയം എടുത്ത് പഠിപ്പിക്കുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ചോദിക്കുന്നത് കേട്ടോ, പരീക്ഷയ്ക്ക് തന്നെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. 2CH3 CO CH3 ഡൈല്യൂട്ട് NaOH കണ്ടോ, ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 2 തരത്തുകൂടിയില്ല, മനസ്സിലായോ? അപ്പൊ ഡൈല്യൂട്ട് NaOH കണ്ടിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആണ് ഇത് എന്താണ്, ഇതൊരു ആൽഡോൾ കണ്ടൻസേഷനോ അല്ലെങ്കിൽ കീറ്റോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത്. സോറി, കീറ്റോളോ അല്ലെങ്കിൽ ആൽഡോളോ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. ഡൈല്യൂട്ട് NaOH വരുന്നതിനനുസരിച്ചാണ്. ഡൈല്യൂട്ട് NaOH വേറെ റിയാക്ഷനകത്ത് വരുന്നില്ല, കോൺസെൻട്രേറ്റഡ് NaOH വരാറുണ്ട്, പിന്നെ വെറും NaOH വരാറുണ്ട്. അപ്പൊ ഡൈല്യൂട്ട് NaOH ഒന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്തു തന്നാൽ മാത്രമേ എന്താണ് ഈ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്ന റിയാക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അത് വെച്ചിട്ടാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നത്, എപ്പോഴും അത് ഓർത്ത് വെക്കുക. എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ച് ക്ലിയർ ആയി പോയില്ലെങ്കിൽ പണി കിട്ടും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പം സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ 4 പ്രൊഡക്റ്റ് ഉണ്ടാവും. അതെങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ആൽഡിഹൈഡും, ഞാൻ എഴുതണ്ടേ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്, ഒരു ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ക്രോസ് ചെയ്യുവാണ്. ആൽഡിഹൈഡ് മുമ്പിൽ വന്നു, കീറ്റോൺ രണ്ടാമത് വന്നു. അപ്പം ഈ കീറ്റോണിനകത്ത് നമ്മൾ ഈ കീറ്റോൺ നേരെ ഇവിടെ പോയി ആഡ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാം, ക്രോസ്. ഇനി ഈ കീറ്റോണിനെ മുമ്പിൽ എഴുതി കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ, ഈ ആൽഡിഹൈഡ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഇവര് തന്നെ നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് മോളിക്യൂളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആൽഡിഹൈഡ് കീറ്റോണുമായിട്ട് തന്നെ പോയി റിയാക്ട് ചെയ്യുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആൽഡിഹൈഡ് അവിടെ ആൽഡിഹൈഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യാം, സെൽഫും നടക്കാം, അപ്പോഴും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. കീറ്റോൺ അവിടെ കീറ്റോണുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യാം,
അപ്പോഴും സെൽഫ് ഉണ്ടാവും. അപ്പം ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ അത് ശരിക്കും പറഞ്ഞാൽ 2 ക്രോസ് പ്രൊഡക്റ്റും 2 സെൽഫ് പ്രൊഡക്റ്റും അങ്ങനെ മൊത്തം 4 പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് ഞാൻ ക്രോസിനകത്ത് ഇനി സെൽഫ് പറയുന്നില്ല, അത് ഞാൻ അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞു തന്നതേ. ഇപ്പൊ ക്രോസിനകത്ത് ഉണ്ടാകുന്ന സെൽഫ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ പറയാണ്. ഇപ്പം ഒരു 100 ആൽഡിഹൈഡും 100 കീറ്റോണും തമ്മിൽ ഡൈല്യൂട്ട് NaOH റിയാക്ട് ചെയ്യാണ്. അതിൽ ആദ്യം ആൽഡിഹൈഡും ഒരു ആൽഡിഹൈഡ് മോളിക്കൂളും ഒരു കീറ്റോൺ മോളിക്കൂളും തമ്മിൽ ക്രോസ് ചെയ്തു, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. ഇനിയും അതിന്റെ തന്നെ കീറ്റോണും ആൽഡിഹൈഡും കൂടെ തിരിഞ്ഞു വന്നാൽ വേറെ പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. ശരിയല്ലേ? നമ്മൾ ആദ്യം ഒരു മോളിക്കൂളും വേറെ മോളിക്കൂൾ, അത് നമുക്കിപ്പോൾ നോക്കാം. അത് തിരിഞ്ഞു വന്നാൽ വേറെ പ്രൊഡക്റ്റ് ആണോ ഉണ്ടാകുകയോ എന്ന് നമുക്കിപ്പോൾ തെളിയിച്ചു തരാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇനി ഈ 100 മോളിക്കൂളിനകത്തെ വേറൊരു ആൽഡിഹൈഡും ആ 100 മോളിക്കൂളിനകത്ത് തന്നെ ആൽഡിഹൈഡ് തമ്മിൽ സെൽഫ് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ ഈ 100 കീറ്റോണിനകത്തെ ഒരു കീറ്റോണും 100 കീറ്റോണിനകത്ത് വേറൊരു കീറ്റോണും തമ്മിൽ സെൽഫ് നടക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ 4 പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്തത് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എഴുതിക്കോ. ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. നമുക്ക് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊപ്പനാലും പ്രൊപ്പൻ ടൂണും എടുക്കാം. പ്രൊപ്പനാൽ എന്ന് പറയുമ്പോൾ ഞാൻ വരയ്ക്കുന്നത് നോക്കിക്കോണം. CH3 C ഡബിൾ ബോണ്ട് O പ്രൊപ്പനാലാണ് അല്ലേ? പ്രൊപ്പനാൽ എന്ന് പറയുമ്പോൾ CH3 CH2. ഓക്കെ, CH3 CH2 C ഡബിൾ ബോണ്ട് O H ഞാൻ മുകളിലോട്ട് വരയ്ക്കുകയാണ്. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ഇത് പ്രൊപ്പനാലാണ്. പ്രൊപ്പനാലാണ്. ഇത് ഒരു കീറ്റോണുമായിട്ട് പ്രൊപ്പനോണുമായിട്ട്, പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ CH3 പ്രൊപ്പൻ 2 ആണ്. പ്രൊപ്പൻ 2 ആണ് നമ്മൾ CH3CO CH3. അപ്പം പ്രൊപ്പൻ 2 ഓണുമായിട്ടാണ്. പ്രൊപ്പൻ 2 ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത് എഴുതുന്ന പ്രോഡക്റ്റ് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത് CH2H ആയിട്ട് എഴുതണം. പിന്നെന്താ ഇവിടെ C ഡബിൾ ബോണ്ടോ കിടപ്പുണ്ട്. C ഡബിൾ ബോണ്ടോ. പിന്നെന്താ ഞാൻ CH3 മുകളിലും സൈഡിലും എങ്ങനെ വേണം എഴുതാം. കണ്ടോ, CH3CO CH3. ഓക്കെ, ഇതിനകത്ത് ഡൈല്യൂട്ട് NaOH എപ്പോൾ ആഡ് ചെയ്യുന്നു? ഡൈല്യൂട്ട് NaOH എപ്പോൾ ആഡ് ചെയ്യുന്നു? അപ്പം വേണ്ടേ ഇവൻ ഇങ്ങോട്ടേക്ക് ചാർജ് ആയിട്ട് വരുമ്പോൾ ഈ പ്രോട്ടോണെ ഇങ്ങോട്ടേക്ക് വലിക്കും. ഈ കോമ്പൗണ്ട് ഇതേപോലെ തന്നെ പോയി ഇവിടെ പോയി പറ്റും. ഓക്കെ, ഫൈൻ, കറക്റ്റ് ആണ്. അപ്പം എന്തായിരിക്കും പ്രോഡക്റ്റ് വരുന്നത്? ഇവിടെ ഇവനെ അനക്കണ്ട, CH3 CH2 അനക്കണ്ട, പകരം ഇവിടെ എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് OH ആയിട്ട് മാറുന്നു. മുകളിലുള്ള ഹൈഡ്രജൻ അനക്കണ്ട. ഈ കോമ്പൗണ്ട് മൊത്തത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നോക്കിക്കോ, ഇവിടെ CH2 മാത്രമേ ഉള്ളൂ. CH2നെ അങ്ങനെ എഴുതില്ലെന്ന് പറഞ്ഞു. CHH എന്ന് വീണ്ടും മാറ്റി എഴുതുക. വീണ്ടും C ഡബിൾ ബോണ്ടോ എന്താണ് കേട്ടോ. ഇനിയും നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? വേണ്ട, ഈ ഇവിടെ എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ് സംഭവിക്കുന്നത്. എലിമിനേഷൻ ഓഫ് വാട്ടർ സംഭവിക്കുമ്പോൾ നോക്കിക്കോളൂ, നെഗറ്റീവ് H2. അതിനുവേണ്ടി നമ്മൾ ഹീറ്റ് ആണ് ചെയ്യുന്നത്. ബാക്കി അതേപോലെ തന്നെ എഴുതുക. CH3 CH2 CH അല്ലേ? അതിൽ നിന്ന് OH പോയി. അതേപോലെ തന്നെ ഇവിടെ ഒരു CH ഉണ്ട്, പിന്നെ C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നേലേ പറ്റുള്ളൂ. അപ്പൊ ഇവന്റെ നെയിം ഒന്ന് നോക്കാം. 1, 2 എന്തായാലും കീറ്റോൺ ഈ സൈഡിൽ നിന്നുമ്പോഴാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ്. കീറ്റോൺ ആണ് പ്രിഫറൻസ്. അപ്പൊ 1, 2, 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുമ്പോൾ ഹെക്സ് ആണ് അല്ലേ? ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെക്സ്, ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഹെക്സ് 3 ഈനെന്ന് എഴുതാൻ പറ്റത്തില്ല, അടുത്തത് ഓണെന്ന് എഴുതേണ്ടതുകൊണ്ട് ഹെക്സ് 3N N2 ഓണെന്ന് എഴുതും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ആൽഡിഹൈഡിനെ ആദ്യം എഴുതിയിട്ട് കീറ്റോണിനെ രണ്ടാമത് എഴുതുമായിരുന്നു. ഇനി നമ്മൾ കീറ്റോണിനെ ആദ്യം എഴുതിയിട്ട് ആൽഡിഹൈഡിനെ രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ വേറെ പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയും റിയാക്ഷൻ നടക്കാമല്ലോ. അപ്പൊ ഇത് ഇത്ര എഴുതിയിട്ട് ഞാൻ ബാക്കി അടുത്ത് പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ സെൽഫ് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ഇതിന്റെ സെൽഫ് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യമേ, ഇതിനകത്ത് സെൽഫും നടക്കും. സെൽഫ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ക്രോസ് ആൽഡോൾ കണ്ടൻസേഷനകത്ത്
സെൽഫ് കണ്ടൻസേഷനും ക്രോസ് കണ്ടൻസേഷനും നടക്കുന്നുണ്ടാവേ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ഇത് അടുത്ത നോക്കി, ഇതിന്റെ പേരൂടെ എഴുതിയേക്കണേ, പ്രൊപ്പൻ 2 ഓൺ എന്നും കൂടെ എഴുതിയേക്കണം. ഇനി ആ പ്രൊപ്പൻ 2 ഓൺ ഞാൻ ആദ്യം എഴുതുകയാണ്. പ്രൊപ്പൻ 2 ഓൺ ഞാൻ ആദ്യം എഴുതുന്ന സമയത്ത് CH3 C ഡബിൾ ബോണ്ടോ മോളിൽ CH3 ആക്കുകയാണ്. എന്നിട്ട് അടുത്ത ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ CH3 ഇവിടെ നോക്കേണ്ടത് ആ C ഡബിൾ ബോണ്ടോയോട് ചേർന്ന് കിടക്കുന്ന ആളാണല്ലോ ആൽഫ കാർബൺ. അതാണ് ഇവിടെ ഒരു ബീറ്റ കാർബൺ കൂടെ വന്നിട്ടുണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലാണ് നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. അവിടെ CH3 CH2 പകരം നിങ്ങൾ എഴുതേണ്ടത് CH3 CH എന്ന് എഴുതിയിട്ട് C ഡബിൾ ബോണ്ട് താഴെ എഴുതാം. C ഡബിൾ ബോണ്ട് O H, C ഡബിൾ ബോണ്ട് O H മുകളിൽ എഴുതാം, സൈഡിൽ എഴുതാം, എങ്ങനെ വേണം എഴുതാം, ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഡൈല്യൂട്ട് NaOH ആഡ് ചെയ്യുന്നത്, അപ്പം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാർജ് ആയിട്ട് മാറുകയും ഈ പ്രോട്ടോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കാർബൺ അല്ല ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, പകരം ഈ കാർബൺ ആണ് ഇതിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ആലോചിച്ചോണം കേട്ടോ. അതായത് ആൽഫ കാർബൺ ആണ് അപ്പുറത്ത് പോയി അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കുക. അപ്പുറത്ത് വേറെ കാർബൺ ഉണ്ടെങ്കിൽ അതിനെ ബ്രാഞ്ച് ആയിട്ട് മുകളിൽ കൊടുക്കണം. അത് ഇങ്ങനെ എഴുതുന്നത് നോക്കിയോ, ഇത് ഒടിഞ്ഞു മറിഞ്ഞ് മണ്ടയ്ക്ക് വരും. അത് നോക്കിയോ, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിക്കോണം, CH3 C ഇതേലൊരു OH വരുന്നു, അതേലൊരു H ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വരുന്നത് ഈ കാർബൺ ആണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്, അപ്പം C അതേൽ ഒരു H നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ. ഇനി അതേൽ ആരുണ്ടായിരുന്നു, ഈ CHൽ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് അത് പോയി, ബാക്കി ഈ CH3 ഉണ്ട്, ആ CH3 മുകളിൽ ഇങ്ങനെ കൊടുത്താൽ മതി ബ്രാഞ്ച് ആയിട്ട്. പിന്നെ ബാക്കി അതേപോലെ തന്നെ C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് O. ഇനി അടുത്ത സ്റ്റെപ്പിൽ എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്, ഇവനാണ് HOH റിമൂവ് ആവും, അപ്പം നെഗറ്റീവ് H2O. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ ഇവിടെ നമുക്ക് CH3 CH, ഇവിടെ CH3 CH3, ഇവിടെ C ഡബിൾ ബോണ്ട് ഓഫ് H എന്ന് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. കണ്ടോ. അപ്പൊ ഇവന്റെ പേര് നോക്കണം, ഇവിടെ ബ്രാഞ്ചും ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഡിഹൈഡും ഉണ്ട്, പിന്നെ ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് 1 2 3 4. അപ്പം രണ്ടാമത്തേൽ ബ്രാഞ്ച് ഉണ്ട്, അത് ആദ്യം എഴുതണം. 2 മീഥൈൽ ബ്യൂട്ട് 2 N 1 ആൽ എന്ന് വരും. കണ്ടോ, നേരത്തെ ആൽഡിഹൈഡ് ആദ്യവും കീറ്റോൺ രണ്ടാമത് വന്നപ്പോൾ പ്രൊഡക്റ്റ് ഹെക്സ് 3N2 ഓൺ ആയിരുന്നു. എന്നാൽ ഇപ്പം കീറ്റോൺ ആദ്യം ആൽഡിഹൈഡ് രണ്ടാമത് വന്നപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് മാറിയത് കണ്ടോ, 2 മീഥൈൽ ബ്യൂട്ട് 2 ഈൻ 1 ആൽ എന്ന് വന്നു. കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ക്രോസ് നടക്കുമ്പോൾ ആദ്യം എഴുതുന്ന കോമ്പൗണ്ട് മാറുന്നതിനനുസരിച്ചും ആദ്യം രണ്ടാമത് എഴുതുന്ന കോമ്പൗണ്ട് നേരെ റിവേഴ്സ് ചെയ്യുന്നതിനനുസരിച്ചും പ്രൊഡക്റ്റ് മാറും. ഇനി ഇവിടെ എന്ത് നടക്കും, ഇനി ഇവിടെ വേറെ രണ്ട് പ്രൊഡക്റ്റും ഉണ്ട്. ഇത് ഇതുമായിട്ട് തന്നെ സെൽഫ് കണ്ടൻസേഷൻ ചെയ്യും, ഇത് ഇതുമായിട്ട് തന്നെ സെൽഫ് കണ്ടൻസേഷൻ ചെയ്യും. അത് ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ തന്നെ എഴുതിയേക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു ചെറുതാക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അത് എപ്പോഴും എഴുതിക്കോണം, അത് താഴെ വേണമെങ്കിൽ എഴുതി ഇട്ടോണം. ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് 4 പ്രൊഡക്റ്റ്. ക്രോസ് അത് വേണം എഴുതി ഇട്ടോ, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ leads to the formation of 4 products 2 by self aldol condensation. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ എഴുതേണ്ട, കുറച്ച് കൺഫ്യൂഷൻ, 4 പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഓർത്താൽ അത് മനസ്സിൽ ഓർക്കുക. രണ്ടെണ്ണം ക്രോസ് ചെയ്തിട്ടും ആ ക്രോസ് ചെയ്ത മോളിക്യൂൾസ് തമ്മിൽ സെൽഫായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെൽഫായിട്ടും കണ്ടൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ ഒരു മോളിക്യൂൾ മാത്രം, ഓരോ മോളിക്യൂൾസിനെ അല്ല ആഡ് ചെയ്യുന്നത്, നമ്മൾ ആഡ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് മോളിക്യൂൾസിനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ആ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രോസും നടക്കാം, അതിനകത്ത് തന്നെ സെൽഫും നടക്കാം എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഒറ്റ റിയാക്ഷൻ കൂടെ പഠിക്കാനുള്ളൂ.
പിന്നെ പിന്നെ ഇലക്ട്രോഫിലിക് ഉണ്ട്, അതിന്റെ ബെൻസീൻ റിയാക്ഷൻ അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. കന്നിസാറോ റിയാക്ഷൻ, അടുത്ത റിയാക്ഷൻ കന്നിസാറോ റിയാക്ഷൻ ഹെഡിങ് എഴുതുക. അടുത്ത റിയാക്ഷൻ കന്നിസാറോ റിയാക്ഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കന്നിസാറോ റിയാക്ഷൻ. ഈ കന്നിസാറോ റിയാക്ഷനകത്താണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് NaOH ഉപയോഗിക്കുന്ന ഒറ്റ റിയാക്ഷനേ ഉള്ളൂ കാനിസാറോ റിയാക്ഷൻ. നിങ്ങളെ സ്കൂളിൽ എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. കന്നിസാറോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, this reaction is executed by those aldehyde and ketones which have no alpha hydrogen atom. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾക്കാർ മാത്രമേ കാനിസാറോ റിയാക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ. അതായത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാതെ ആവണമെങ്കിൽ C ഡബിൾ ബോണ്ടോയിൽ കാർബൺ ഉണ്ടാവാൻ പാടില്ല. അതായത് മെഥനാലും മാത്രമേ കാനിസാറോ റിയാക്ഷനകത്ത് പങ്കെടുക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കാം. നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം atom in the presence of concentrated alkali. അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഒരേ റിയാക്ഷനിൽ തന്നെ ഒരു കോമ്പൗണ്ട് തന്നെ ഓക്സിഡേഷനും വിധേയമാകും, റിഡക്ഷനും വിധേയമാകും. അതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന്റെ പ്രത്യേകത. പിന്നെ ആ കോമ്പൗണ്ട് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, 2ൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആ റിയാക്ഷനിൽ എക്സിസ്റ്റ് ചെയ്യും. അതിനെയും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. It means same element gets oxidized and reduced. സെയിം എലമെന്റ് എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മോളിക്കൂൾ എന്ന് എഴുതിക്കും. ഇവിടെ മോളിക്കൂളാണ്. നമുക്ക് അടുത്ത ഡോട്ട് എഴുതാം. ഫോർമാൽഡിഹൈഡ് അഥവാ മെത്തനാൽ have no hydrogen alpha hydrogen atom. നമുക്കറിയാലോ ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ എന്താന്നാ പറഞ്ഞത്? C ഡബിൾ ബോണ്ട് ഓയിൽ ഒരു CH3 ഉണ്ടാവണം അല്ലേ? അപ്പം C ഡബിൾ ബോണ്ട് ഓയിൽ ഒരു CH3 ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തെങ്കിൽ അത് ആ കാർബൺ ആൽഫ കാർബണും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജനുമാണ് അല്ലേ? അപ്പം ആ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൾക്കാർ കാനിസാറോ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് ഓയിൽ വേറെ കീറ്റോൺ ആവാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീറ്റോണിനകത്ത് എന്തായാലും ഒരു കാർബൺ അറ്റാച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ആൽഫ കാർബൺ തന്നെയാണ് അല്ലേ? അപ്പോൾ അത് പറ്റത്തില്ല. അപ്പം ആൽഡിഹൈഡിനകത്ത് വേറെ ആൽഡിഹൈഡും പറ്റത്തില്ല. അപ്പം മെഥനാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മെഥനാലിനെ അങ്ങോട്ടേക്ക് എടുക്കും. പിന്നെ ബെൻസാൽഡിഹൈഡും പറ്റും കേട്ടോ. ഈ ബെൻസാൽഡിഹൈഡും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. C ഡബിൾ ബോണ്ടോ ഒരു സൈഡിൽ H, ഇപ്പുറത്തെ സൈഡിൽ H ആണ്. കണ്ടോ? HCHO ആണ്. ഇതാണ് മെഥനാൽ. നമുക്ക് അതിന്റെ റിയാക്ഷൻ നോക്കിയോ.
രണ്ട് മോളിക്കൂളാണ് റിയാക്ട് ചെയ്യുന്നത്. നോക്കിയോ, എച്ച് സി ഡബിൾ ബോണ്ടോ എച്ച് പ്ലസ് എച്ച് സി ഡബിൾ ബോണ്ടോ എച്ച്, രണ്ട് മോളിക്കൂൾ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അവർ ചിലപ്പോൾ ഒറ്റ മോളിക്കൂളായിട്ടായിരിക്കും തരുന്നത്, 2 ഇട്ടിട്ട്. ഇതിനെ കോൺസെൻട്രേറ്റഡ് NaOH ട്രീറ്റ് ചെയ്യാണ്. ഉണ്ടാന്ന് നോക്കണം. ഇതിനകത്ത് ഒരു മോളിക്കൂൾ ഓക്സിഡേഷന് വിധേയമാകുന്നു, ഒരു മോളിക്കൂൾ റിഡക്ഷന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് അതിനെ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം എച്ച് സി ഡബിൾ ബോണ്ടോ, ഈ ഒരു എച്ചിനെ മാറ്റിയിട്ട് ഇതിന്റെ ഈ ON കംപ്ലീറ്റ് ആയിട്ട് അവിടെ വരുന്നു. ON കംപ്ലീറ്റ് ആയിട്ട് അവിടെ വരുന്നു. ON. ഓക്കെ, ഈ ON ഇതിന്റെ ഇവിടെ നിന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് ON കംപ്ലീറ്റ് ആയിട്ട് അവിടോട്ട് വരുന്നു. ഓക്കെ, ഒരു മോളിക്കൂൾ. അടുത്ത മോളിക്കൂളിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത മോളിക്കൂളിനകത്ത് ഈ എച്ച് പോയിട്ട് ഇതിന്റെ ഇവിടെ പോയി ചേരും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഇതിന്റെ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. മെഥനോൾ ഉണ്ടാവും. നോക്കിക്കോ, അപ്പൊ ഇതിന്റെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. പ്ലസ് എച്ച് സി എച്ച് സിംഗിൾ ബോണ്ട് OH വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും കൂടെ ഒരു ഹൈഡ്രജൻ വന്നാലേ പറ്റത്തുള്ളൂ. ഇവന്റെ പേര് സോഡിയം ഫോർമേറ്റ് എന്നാണ്. സോഡിയം ഫോർമേറ്റ് എന്നാണ്. അതേപോലെ ഇവന്റെ പേര് മെഥനോൾ എന്നാണ്. മെഥനോൾ. ഓക്കെ ആണല്ലോ. ഇതാണ് അവിടുത്തെ ഇത് എക്സാമ്പിൾ 1. ഇനി എക്സാമ്പിൾ 2 വേണം. ബെൻസാൽഡിഹൈഡ് വെച്ച് വേണം നമുക്ക് ഒരെണ്ണം എഴുതാം. അവിടെ ഈ കോൺസെൻട്രേറ്റഡ് NaOH അല്ല കേട്ടോ, കോൺസെൻട്രേറ്റഡ് എന്താണ് KOH വരാം കേട്ടോ. അപ്പോഴും ഈ സെയിം റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അതും കൂടെ ആലോചിച്ചോണം. കോൺസെൻട്രേറ്റഡ് KOH വന്നാൽ സെയിം റിയാക്ഷൻ ആണ്. ഓക്കെ, പിന്നെ നോക്കിക്കോളൂ, ഇതിന്റെ അടുത്ത എക്സാമ്പിളും കൂടെ ഒന്ന് എഴുതിയേക്കാം. അത് ബെൻസീൻ റിംഗ് വരയ്ക്കുക. അതില് നിങ്ങളൊരു സി ഡബിൾ ബോണ്ടോ എച്ച് കൊണ്ട് വെക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ വീണ്ടും എന്താ രണ്ട് മോളിക്കൂളിനെ ഒറ്റ റിയാക്ഷൻ ആയിട്ട് ഒറ്റ ഇതായിട്ട് അങ്ങ് വരയ്ക്കുകയാണ്. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, KOH കോൺസെൻട്രേറ്റഡ് നെറ്റില്ലെങ്കിൽ തെറ്റാണ്. അപ്പൊ ഇവിടെ ഒരു മോളിക്കൂൾ, ഇതിന്റെ ഒരു മോളിക്കൂളിനകത്ത് രണ്ട് സി ഡബിൾ ബോണ്ടോ ഇവിടെ OK വന്ന് അറ്റാച്ച് ചെയ്യും. പ്ലസ് അപ്പുറത്ത് എന്താണ്, അപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു മോളിക്കൂൾ ആയിരിക്കും ഉണ്ടാകുക, ബെൻസോയിക് ആസിഡ്. അതായത് സി ഡബിൾ ബോണ്ടോ OH. ഇത് സോഡിയം പൊട്ടാസ്യം ബെൻസോയേറ്റ്. ഇവിടെ ബെൻസോയിക് ആസിഡ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് രണ്ടും അതേപോലെ തന്നെ വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇതിനകത്ത് ചോദിക്കുള്ളൂ. കാരണം മീഥൈൽ കീറ്റോ എന്ന് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അലിഫാറ്റിക്കിൽ ഇതും അരോമാറ്റിക്കിൽ ഇതുമാണ്. ഇനി ഒരു റിയാക്ഷൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആൽഡിഹൈഡ് കീറ്റോണും തീർന്നു. പിന്നെ കാർബോക്സിലിക് ആസിഡേ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡിന്റെ ഇതേപോലെ തന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിക്കണം, പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ക്ലാസ് കൂടെ വേണ്ടി വരും കേട്ടോ. ഇത് തീരാനായിട്ട് 2 ക്ലാസ് കൂടെ വേണ്ടി വരും. അപ്പം ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒറ്റ റിയാക്ഷൻ കൂടെ എഴുതിക്കോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിക്കോളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ചാപ്റ്ററൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്റ്റർ മുതൽ പാടില്ല കേട്ടോ. അടുത്ത ചാപ്റ്റർ മുതൽ നമ്മൾ ഒരു 3 ക്ലാസ് വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് ചാപ്റ്റർ തീർക്കും. ഓക്കെ, 3 ക്ലാസ്സിന് ഉള്ളതേ ഉള്ളൂ അടുത്ത ചാപ്റ്റർ മുതൽ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ശരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ബെൻസാൽഡിഹൈഡ് ആണല്ലോ നമുക്ക്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അരോമാറ്റിക് ചെയിൻസിലായിരിക്കും. അപ്പൊ അരോമാറ്റിക് ആയിട്ടുള്ള റിങ് ഉള്ള ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബെൻസാൽഡിഹൈഡാണ്. ബെൻസാൽഡിഹൈഡിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, അയഡിനേഷൻ, അതേപോലെ തന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, അതേപോലെ തന്നെ സൾഫോണേഷൻ, നൈട്രേഷൻ, ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ ബെൻസാൽഡിഹൈഡിനകത്ത് നൈട്രേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. വേറെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി അതിനകത്ത് കുറച്ച് കാര്യം ആദ്യം ഒന്ന് എഴുതണം. ഈ കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ട്. കാർബോണൈൽ ഗ്രൂപ്പ് ഇൻ ബെൻസാൽഡിഹൈഡ് ഈസ് a deactivating group.
reactivating group. അത് ലെസ് റിയാക്റ്റീവ് ആണ്. that is less reactive. And is meta directing. വരുന്ന ആളിനോട് പറയും മെറ്റാ പൊസിഷനിൽ പോയി ഇരുന്നോളാൻ പറയും. മെറ്റാ ഡയറക്റ്റിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒത്തിരി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കത്തില്ല. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള 2 ആൾക്കാർ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് നൈട്രേഷൻ. കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പൊ നോക്കിയോ, നമ്മൾ ഒരു ഇതെടുക്കുന്നു, എന്നിട്ട് ഇതെടുക്കുന്നു, എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എന്താണ് C ഡബിൾ ബോണ്ടോ H അല്ലെങ്കിൽ CHO, സിംപ്ലി CHO എന്ന് എഴുതാം. ഇതിനെ നൈട്രേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HNO3 ആണ്. ഓക്കെ, ഇത് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റാ പൊസിഷൻ, ഇതിന്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് 2 എണ്ണം, മെറ്റാ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് 2 എണ്ണം, പാരാ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത്. അപ്പൊ ഇതിൽ മെറ്റാ പൊസിഷനിൽ പോയി ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു മെറ്റാ പൊസിഷനിൽ കൊണ്ട് നൈട്രേഷൻ ചെയ്യുമ്പോൾ NO2 ആണ് ആഡ് ആവുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ എഴുതാം. ഇവിടെ CHO ഞാൻ ഇങ്ങനെ എഴുതുവാണ്. മെറ്റാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പ്. ഇതപ്പോ 1 2 3 3 നൈട്രോ ബെൻസാൽഡിഹൈഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ കാർബോക്സിലിക് ആസിഡാണ്, കാർബോക്സിലിക് ആസിഡിലേക്ക് കയറുകയാണ്. അവിടെ ഇതേപോലെ നോമൻക്ലേച്ചറിന് ഞാൻ വലിയ ഒരു പ്രിഫറൻസ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അത് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. അതായത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് മാത്രം ചെയ്യിപ്പിച്ചിട്ട് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. പ്രിപ്പറേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും 2 ക്ലാസ് കൂടെ എടുക്കും കുഞ്ഞുങ്ങളെ തീരാനായിട്ട്. 2 ക്ലാസ് കൂടെ എന്തായാലും മസ്റ്റ് ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്